എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് റിട്ടേൺ സെയിനിൻ മാങ്കിയായിട്ടുള്ള വില്ലൻ സാഗ. അതായത് ഞാൻ ജെ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നു. സോ അടുത്ത് എന്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത് എന്ത് മാങ്ക എക്സ്പ്ലെയിൻ ചെയ്യണം പറഞ്ഞിട്ട് ഞാനൊരു കൺഫ്യൂഷനായിരിക്കുന്ന ടൈമിലായിരുന്നു. എന്തുകൊണ്ട് ഇതെന്നെ ചെയ്തുകൂടാ? അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റായി കണക്കാക്കപ്പെടുന്ന വില്ലൻ സാഗ എന്നെ എന്തുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൂടാ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വില്ലൻ സാഗ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും വൈപ്പിക്കാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ വില്ലൻ സാഗിൻ്റെ സീസൺ 2 എവിടെ വെച്ച് നിർത്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 16 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ഐസ്ലാൻഡിൽ നിന്ന് 6 വയസ്സുള്ള തോർഫിൻ യാത്ര പുറപ്പെടാൻ തൻ്റെ അച്ഛനായ തോർസിൻ്റെ ഒപ്പം. അവിടെ ഒരു ബാറ്റിൽ വെച്ചിട്ട് തോർസും മരിക്കപ്പെട്ടു എന്ന് ഒരു ന്യൂസായിരുന്നു ഐസ്ലാൻഡിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 16 വർഷത്തിന് ശേഷം നമ്മുടെ തോർഫിൻ വീണ്ടും തൻ്റെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള ഐസ്ലാൻഡിലേക്ക് എത്തുകയാണ്. ആദ്യം അവൻ്റെ ഫാമിലി റെക്കഗ്നൈസ് ചെയ്യില്ലെങ്കിലും പിന്നീട് തോർഫിൻ തൻ്റെ ഫാമിലിയിൽ ഭദ്രമായി എത്തുകയാണ്. സോ പിന്നീടുള്ള കാര്യമാണ് നമ്മൾ ഇനി മാങ്കിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു നോബിളായിട്ടുള്ള, അതായത് ഈ ഐസ്ലാൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഈ ഒരു മണി ലെൻഡർ ആയിട്ടുള്ള ഹാഫ് ഡേ കാണിക്കുകയാണ്. അതായത് നമ്മുടെ സീസൺ 2ൻ്റെ എൻഡിങ്ങിൽ പറയേണ്ടത് നമ്മുടെ വില്ലനിലേക്ക് പോകണം, നമ്മുടെ തോർഫിനും അവർക്കൊക്കെ. സോ അതിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, അതായത് ഗുഡ്സ്, ക്യാരേജസ്, ഹോഴ്സ് കാര്യങ്ങളെല്ലാം വേണം. സോ അതിന് എന്തായാലും പൈസ വേണം. സോ ഈ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മണി ലെൻഡറാണ് ഈ ഹാഫ് ടൈം. സോ ഹാഫ് ടൈമിൻ്റെ കാര്യം നമ്മൾ ലീഫ് പറയണം. സോ അയാളിനെ ഇപ്പോൾ കാണിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഹാഫ് ടൈം ഈ ഒരു കടൽ പക്ഷികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ആ ഒരു ടൈമിലായിരിക്കും ആളുടെ മകനായിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടേക്ക് നമുക്ക് കടന്നു വരുന്നുണ്ട്, സിഗേർഡ്. സോ നമ്മുടെ സിഗേർഡ് അതുപോലെ ഹാഫ് ടൈം നോക്കുകയാണെങ്കിൽ എക്സാക്റ്റ് സെറോക്സ്കോപ്പി എങ്ങനെയാണോ അതേപോലെയുള്ളതാണ്. ഓക്കെ, നമ്മുടെ സിഗാർഡ് വന്നിട്ട് ആദ്യം അച്ഛനെ ഗ്രീറ്റിംഗ് ഒക്കെ ചെയ്യുന്നു. പിന്നീട് പറയുന്ന കാര്യമാണ് പ്രജാൻ. സോ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു സ്ഥലം ഇപ്പോൾ നമ്മുടെ കയ്യിലാണ്. സോ അവൻ്റെ ആയിട്ടൊരു ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അവൻ ഒരുപാട് കാര്യം ഈ ഒരു ലാൻഡിനെ പറ്റി പറയുന്നത്. അതായത് എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വേറെ കാര്യമൊന്നും പറയേണ്ട, അച്ഛൻ്റെ പേര് തന്നെ ധാരാളം പറഞ്ഞിട്ട് പറയേണ്ടത്. ബട്ട് നമ്മുടെ സിഗേർഡിൻ്റെ അച്ഛനായുള്ള ഹാഫ് ടൈം ആ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണില്ല. അയാൾ ഈ ഒരു കടൽ പക്ഷി നോക്കിക്കൊണ്ട് പറയാൻ ആ ഒരു സ്ഥലം നിനക്ക് മാനേജ് ചെയ്യാനുള്ളതാണ്. സോ അതിനു വേണ്ടി നിനക്ക് ഞാൻ തരികയാണ്, അതിൻ്റെ ഒരു വെഡ്ഡിങ് ഗിഫ്റ്റായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത്. അപ്പോഴായിരിക്കും നമുക്കിവിടെ കാര്യം പറയുന്നത്. അതായത് സിഗാർഡിൻ്റെ വെഡ്ഡിങ് ആണ് ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് കിട്ടിയത് നേരെ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ തോർഫിൻ്റെ വീടാണ്. അവിടെ തൻ്റെ സിസ്റ്ററായിട്ടുള്ള ഇൽവ എന്താണ് നമ്മുടെ തോർഫിനെ കുളിച്ച് കുട്ടപ്പനാക്കാണ്. മറ്റേ ആളുടെ തഴമുടിയും കാര്യങ്ങളെല്ലാം വിട്ടാണ്. നിനക്ക് താടിയും മീശിക്കൊന്ന് ഷേവ് ചെയ്തിട്ടുള്ളൂ, എന്തൊരു കാട്ടാളെ പോലെ ഇരിക്കുന്നത് പറഞ്ഞിട്ട്. സോ അവിടെ പറയേണ്ടത് നിന്നെ ആദ്യം എനിക്ക് മനസ്സിലാകാത്തതിൻ്റെ മെയിൻ റീസണാണ് ആ ഒരു താടി മീശി. ഈ ഒരു പാർട്ടൊന്നും നമ്മുടെ ആനുവൽ പറയുന്നില്ല, ബട്ട് നമ്മുടെ മാങ്കിൽ പറഞ്ഞുകൊണ്ട്. സോ ഈ ഒരു കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ തോർഫിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യജോണിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കണ പോലെ തോർഫിൻ എൻ്റെ അടുത്ത ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് പറയേണ്ടത്. തോർഫിൻ ആ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ അവൾ ഈ ഒരു ഐസ്ലാൻഡിലെ ഒരാളുടെ പറയും അയാൾക്ക് 5 മക്കളുണ്ടെന്ന്, അതും പെൺകുട്ടികളാണ്. സോ അതിൽ ഏതൊന്നും കെട്ട് എന്നിട്ട് ഇവിടെ തന്നെ കൂടി പറഞ്ഞിട്ട് പറയണ്ടേ കല്യാണം, അതേ കല്യാണം. എന്നിട്ട് പറയാം നിനക്ക് എത്ര വയസ്സായത് ചക്ക, നീ എന്നെയും കാട്ടി ഒരു 6 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, അപ്പോൾ നിനക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോർഫിൻ ഇല്ലുവിനോട് ചോദിക്കണം. അപ്പോൾ ഇല്ലുവയ്ക്ക് 17 വയസ്സായി പറയണ്ടേ. അപ്പോൾ തോർഫിൻ ഇപ്പോൾ ഏകദേശം 23 വയസ്സായി. അതുപോലെ തന്നെ നമ്മുടെ ഇൽവ നമ്മുടെ തോർഫിനോട് ചോദിക്കുന്നുണ്ട്, തോർഫിൻ ഇനി അടുത്ത് നിൻ്റെ വേ ഓഫ് ലിവിങ് എങ്ങനെയാണ്, നീ എന്തായിട്ട് ജീവിക്കാനാണ് പ്ലാൻ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോർഫിൻ പറയണ്ടേ ഫിഷർമാൻ. ആ ഒരു പോസ്റ്റ് ഇപ്പോൾ ഞാൻ തൽക്കാലം എടുക്കേണ്ടത് പറഞ്ഞിട്ട് പറയണ്ടേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആനിമലിൽ പറഞ്ഞുകൊണ്ടാണ്. സോ ഇവിടെ നിന്ന് കിട്ടിയത് അടുത്തൊരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കൊരു ക്യാരക്ടറെ കാണിക്കുകയാണ്. സോ അതെന്താ പറയുക, ഈ ഒരു റാഫ്റ്റിൽ ഈ ഒരു ചെറിയൊരു ബോട്ടിലേക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കര കുട്ടിയാണ്. സോ ഈ ഒരു കുട്ടി ഇങ്ങനെ ഓടി ചാടി കളിക്കുകയാണ്. സോ ഇത് ആരുടെ ബോട്ടാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലീഫിൻ്റെയാണ്. സോ അയാളുടെ ഒരു പ്രൈം ഏജ് എന്ന് പറയാം. സോ ഈ ഒരു കുട്ടി ഒരു ഗേളാണ്. സോ ഇവളെ പിടിക്കെങ്കിലും അവൾ നേരെ വലിഞ്ഞു കയറി മേലെത്താണ്. എന്നിട്ട് നമ്മൾ ലീഫിനെ നോക്കി പറയണ, ലീഫ് ഇവിടെ നാറി പരനാറി നോണയാ ഇവിടെ താനല്ലടോ പറഞ്ഞത്, വലുതായിക്കഴിഞ്ഞാൽ എന്നെ നാട് കാണിക്കുക, മറ്റേ രാജ്യം കാണിക്കുക പറഞ്ഞിട്ട് കൊണ്ടുപോകും പറഞ്ഞത്. അപ്പോൾ കൂടുതൽ താൻ ഈ പെണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുന്നത് അത് മോനെ ഒരു അബദ്ധം. എന്നിട്ട് അവൾ പറയുന്നുണ്ട് എല്ലാവരും എന്നോട് പറഞ്ഞത് ഈ പെൺകുട്ടികളാണ് വീട്ടിലെ കാര്യം നോക്കുക, ആൺപിള്ളേരാണ് ഈ ഒരു യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് യാത്ര ചെയ്യണം എന്നോട് ഇവിടെ വാശി പിടിക്കാം. സോ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോഴത്തെ പ്രസൻറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ആ ഒരു ബോട്ടിനെ നോക്കിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. സോ കുറച്ച് പേരെ കണ്ണ് വെട്ടിച്ച് ആ ഒരു ക്യാരക്ടർ രക്ഷപ്പെടാൻ നോക്കുകയാണ്.
സോ ഇപ്പോൾ ഒരു ബാരലിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ആ ഒരു ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ ഷിപ്പിൽ കണ്ടിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അവളുടെ പേരാണ് ഗുഡ്രിഡ്. സോ അവളുടെ കല്യാണം കഴിക്കുന്ന മറ്റാരുമല്ല നമ്മുടെ സീഗേഡും. അപ്പോൾ ഇവിടെ ന്യൂസ് എത്തി, കല്യാണം കൊണ്ട് കാണില്ല എന്ന് അപ്പടാ പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് അവൻ ഓർഡർ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ തോർഫിനും ഗ്രൂപ്പും ഉള്ളത് നമ്മുടെ ഹാഫ്ലാൻഡ് എന്താ പറയുക ഷിപ്പൊക്കെ മെയിൻ പാർക്ക് ചെയ്യേണ്ടത് മെയിൻ ഡോക്കിലാണ്. സോ ഇവർ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ഹാഫ്ലാൻഡിൻ്റെ അടുത്ത് പോയി ഈ പൈസ ചോദിക്കും, ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് കോൺവെർസേഷൻ കാര്യങ്ങൾ നടക്കുകയാണ്. നമ്മുടെ തോർഫിനാണ് ഇപ്പം തന്നെ പൈസ കിട്ടിയോളാ പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ ഹാഫ്ലൈനെ അപ്രോച്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലീവ് കടന്നുവരുന്നുണ്ട്. മോനെ ഇപ്പം പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം നമ്മുടെ സീഗേഡ് അതായത് ഹാഫ്ലൈൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ പോവാണ് എന്നിട്ട് പറയുകയാണ്. അപ്പം നല്ല കാര്യമാണല്ലോ, നല്ല ദിവസമാണല്ലോ, ഇപ്പം തന്നെ ചോദിക്കാറുണ്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഏനർ ചോദിക്കണ്ടേ, അതെങ്ങനെ തോർഫിൻ ഈ ഒരു കല്യാണ ദിവസം നല്ല ദിവസമാണ്, അപ്പോൾ അവർ നല്ല മൂഡിലായിരിക്കല്ലോ ഏനർ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. അത് ശരി. ഓക്കെ, ഹാഫ്ലൈനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ തോർഫിനോട് ലീഫ് പറയുന്നുണ്ട്. അതായത് ഈ ഹാഫ്ലൈനെ പറ്റിയിട്ട് നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതെന്ത് ഈ ചീത്ത പറയുമ്പോൾ അത് ഇയാൾ ഈ ഫാമേഴ്സിന് ആരെങ്കിലും ബുദ്ധിമുട്ട് തന്നെ ആ സ്ഥലം ഒന്നായി വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് പണിയെടുപ്പിക്കും. അപ്പോൾ ഈ നല്ലത് എന്ന് പറഞ്ഞാൽ അതന്നെ ഇയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പണിയുണ്ട്, ജീവിക്കാനും പറ്റും, നല്ല സുഖമാണെന്നാണ് പറയുന്നത്. ഈ ഒരു ടൈമിലായിരിക്കും നമ്മുടെ തോർഫിനവർക്കാണ് ശ്രദ്ധിക്കുക, ബാക്കിലുള്ള ഒരു ബാരൽ ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ലീഫിനും കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പെട്ടല്ലോ സാറേ, എന്നെ പെടുത്തിവിടല്ലേ പറഞ്ഞിട്ട് ആ ഒരു ഹോളിൽ കൂടെ എന്താ പറയുക നമ്മുടെ തോർഫിനെ കണ്ട് ഗുഡ്രിഡ് നേരെ നോക്കുമ്പോൾ നമ്മുടെ ലീഫ് അപ്പം തന്നെ ആൾ ഇത് ബാരൽ പൊട്ടിച്ച് നാറി ലീഫേ ഈ എന്നെ എന്തിൽ കൊണ്ട് ആളെ ഇട്ടിട്ട് പോയിക്കുന്നു പറഞ്ഞിട്ട് അവന് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഗുഡ്രിഡ് നമ്മുടെ ലീഫിൻ്റെ അടുത്ത് വരുന്നുണ്ട്. നീ എന്താ ചെയ്ത് പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ലീഫ് പറഞ്ഞു സംസാരിക്കണം ബാരല, എനിക്ക് നിന്നൊന്നും അറിയില്ല, മുഖം കാണിക്കണം അറിയാം ആദ്യം പറഞ്ഞിട്ട് പറയണം. നോക്കുമ്പോൾ നമ്മുടെ ഗുഡ്രിഡ് കുറച്ചും കൂടി വളർന്നു കല്യാണം കഴിക്കുന്ന ഒരു പ്രായമായി. അപ്പം നമ്മൾ ലീഫ് കണ്ടിട്ട് നീ കല്യാണത്തിന് പോയില്ല, നിന്റെ കല്യാണമല്ലേ. സോ ഈ ഗുഡ്രിഡ് നമ്മുടെ ലീഫിന് എങ്ങനെയൊന്ന് റിലേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലീഫിൻ്റെ ബ്രദറിൻ്റെ ഭാര്യയാണ് നമ്മുടെ ഈ ഗുഡ്രിഡ്. ബട്ട് നമ്മുടെ ലീഫിൻ്റെ ബ്രദർ മരിച്ചു. സോ ഇവളെ ചെറുപ്പത്തിൽ തന്നെ മറ്റേ കല്യാണം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. സോ ഇപ്പോൾ അവളെ നമ്മുടെ ഹാഫ്ലാൻഡിൻ്റെ ഫാമിലിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. സോ അവിടെ നിന്നാണ് അവളിപ്പോൾ രക്ഷപ്പെട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗുഡ്രിഡ് പറയണത് എന്നെ ഈ ഒരു ബോർഡിലേക്ക് ഒളിപ്പിക്കുക, ഞാൻ മറ്റേ കല്യാണം തീരുന്നവരെ എവിടെയെങ്കിലും ഇരിക്കട്ടെ കണ്ട് പറയണ്ടേ, പറ്റില്ല, സാധിക്കില്ല. അപ്പം തന്നെ താനല്ലടാ പറഞ്ഞത് ഈ വലുതായി കഴിഞ്ഞാൽ എന്നെ ഷിപ്പിൽ യാത്ര കൊണ്ടുപോവുക, കൺട്രി കാണിക്കാമെന്നിട്ട് പറഞ്ഞത്. അത് ചെറുപ്പത്തിലല്ലേ, ഇപ്പോൾ വലുതായി കഴിഞ്ഞാൽ നീ മറ്റേ ഹസ്ബൻഡ് നോക്കി വീട്ടിലാണ് ഇരിക്കേണ്ടത്, അല്ലാണ്ട് ഷിപ്പിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, നീ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സോ ഇയാൾ പറ്റിച്ചു എന്ന കാര്യം കൂടി അറിയാതെ നമ്മുടെ ലീഫ് നമ്മുടെ ഗുഡ്രിഡ് ഒരു വഴിയിൽ കാരണം കത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലീഫ് ടെൻഷനാവും, കത്തി താഴെ കൊണ്ട് പേരുണ്ട്. ബട്ട് നമ്മൾ ലീഫ് അത് എന്തിനു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവളെ ആ ഒരു പോണിറ്റെയിൽ മുറിക്കാൻ ഇപ്പം തീരുമാനമില്ലേ, ഞാൻ ഇപ്പോൾ ഒരു മെന്നായില്ലേ വന്ന് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് അവളെ ആ ഒരു പാതിക്കൊണ്ട് നടക്കണം. ഇവിടെ അന്വേഷണവരിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. സോ അവൾ ടെൻഷനായിട്ട് അവിടെ വഴിക്ക് വീഴാണ്. അപ്പം തന്നെ സ്പോട്ടിൽ ബോധം പോവുകയാണ് നമ്മുടെ ഗുഡ്രിഡിൻ്റെ. സോ നമ്മുടെ ഏനറും തോർഫിൻ ലീഫും കൂടി എന്നാൽ ഒരു സൈഡ് നമുക്ക് മാറ്റി കിടത്താൻ അവളെ പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തോർഫിൻ പറയുന്നുണ്ട് ഇതിപ്പോൾ ആരെങ്കിലും കണ്ടാൽ അവരെന്ത് വിചാരിക്കും എന്ന് പറയുന്ന ടൈമിൽ നമ്മുടെ സീഗഡും അവൻ്റെ ഫ്രണ്ട്സും വന്നൊക്കെയാണ് നോക്കിയേ. അപ്പോൾ ഉള്ളൊരു കണ്ടീഷൻ കാണണം, അവളുടെ മുടി കട്ട് ചെയ്ത് കിടക്കുക, അവൾക്ക് ബോധമില്ല, ഇവരെല്ലാവരും കൂടി അവളെ തൂക്കുക. നമ്മുടെ സീഗഡ് നീ എല്ലാവരും കൂടി എൻ്റെ കല്യാണ പെണ്ണിന് എന്ത് ചെയ്യാൻ പോടാ പറഞ്ഞിട്ട് ഞാൻ നോക്കി നിന്നത്. ഈ ചാപ്റ്റർ ഇവിടെ തീരാൻ. സോ ഇവിടെ വെച്ച് നമുക്കിത് നിർത്താം. സോ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ എൻ്റെ ഈ ഒരു വില്ലൻ സാഗിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നീ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അത് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കാം. സോ സ്ഥിരം പറഞ്ഞ പോലെ നന്ദി, നമസ്കാരം.